തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചു എന്നുള്ളതാണ് നമ്മുടെ മനസ്സുടക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം ക്രിസ്തു ചിലരുടേത് മാത്രമല്ല. അങ്ങനെ ഒതുങ്ങാൻ ക്രിസ്തുവിന് പറ്റില്ല. ഞാൻ ഈ ഒരു അങ്കി അണിഞ്ഞിരുന്ന് ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു സഭയുടെ പശ്ചാത്തലത്തിൽ, ഒരു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിയാനും പറയാനും വിളി ലഭിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു സഭയുടെയോ മതത്തിൻ്റെതോ അല്ല ക്രിസ്തു. ക്രിസ്തു ഈ ലോകത്തിൻ്റേത് മുഴുവനാണ്. അതാണ്, ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടതും അതുകൊണ്ടാണ്. ക്രിസ്തു ലോകത്തിൻ്റെ മുഴുവനാണ്. അപ്പം നമ്മളെ സ്പർശിക്കേണ്ട ക്രിസ്മസ് എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണെന്ന് തോന്നുന്നു. ദൈവം ലോകത്തിന് മുഴുവനും വേണ്ടി മനുഷ്യനായി ജനിച്ചെങ്കിൽ നമ്മളും ഈ ലോകത്തിനും മുഴുവനും വേണ്ടി, മുഴുവൻ ലോകത്തിനും വേണ്ടി ജനിക്കുക എന്നതാണ് ക്രിസ്മസ്. അതിലെന്താ ഇത്ര പ്രത്യേകത എന്ന് ചിന്തിച്ചാൽ, എല്ലാവരും ജനിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഓരോരുത്തരും ജനിക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി, ജീവിക്കുന്നതും സ്വന്തം ആൾക്കാർക്ക് വേണ്ടി. ഇനി കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ നമ്മൾ പറയും സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാർക്ക്, സ്വന്തം മതത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു, ദൈവം ലോകത്തിന് മുഴുവനും വേണ്ടി ജനിച്ചു. ഞാനും ലോകത്തിന് മുഴുവനും വേണ്ടി ജനിക്കുക, സർവ്വപ്രപഞ്ചത്തിനും വേണ്ടി ജനിക്കുക. എല്ലാവർക്കും വേണ്ടി ഞാൻ ജനിക്കുന്നു, ജീവിക്കുന്നു.